ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ മോളെ ഇന്നലെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഒന്നുകൂടിയും അവളുടെ ഹോസ്റ്റലും അവളിന്ന് ഓഫീസിൽ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മെട്രോ റൈഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മെട്രോയിൽ പോയി ഇവിടെ വരെ എങ്ങനെയാണെന്ന് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നാൽ മെട്രോയിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് ഇന്ന് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ കയറാൻ പോകുന്ന ട്രെയിനിൻ്റെ ഇത്. ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മോളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ. പക്ഷെ അതെങ്ങനെയാണ് മിസ്സായിപ്പോയി. അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് പോകുന്നത് മോളുടെ അടുത്തേക്ക് തന്നെയാണ്. ഈവനിങ് ആകുമ്പോഴേക്കും ഇവിടെ എത്തും. അപ്പോഴേക്കും അവളുടെ ഫസ്റ്റ് ഡേ ഓഫീസ് കഴിഞ്ഞ് വരും. അപ്പോൾ ഒന്ന് അവളെ റിസീവ് ചെയ്യാനും കൂടെ ആയിട്ടാണ് പോണത്. അവിടെ എന്താണ് അവളുടെ അനുഭവം, ഫസ്റ്റ് ഡേ എങ്ങനെ എക്സ്പീരിയൻസ് എന്താണെന്ന് കൂടി ഷെയർ ചെയ്യാൻ അവൾക്ക് ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി അത് കേൾക്കാൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനാണ് പോണത്. ഒരു ചെറിയൊരു മെട്രോ റൈഡ് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അത് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെ ഇരുട്ടത്ത് പിന്നെ അവളുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഒന്നും പിന്നെ ഷെയർ ചെയ്യണതൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 മെട്രോ പിടിച്ചിട്ട് പോകണം അവിടെ പോകാൻ. തിരിച്ച് അതുപോലെ വരണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു യാത്രയായിരുന്നു. അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നെക്സ്റ്റ് ഡേത്തെ വീഡിയോ ആണ് ഇനി ബാക്കി ഇനി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് യാത്ര. അപ്പോൾ തിരിച്ചെത്തി പോണതിന് മുമ്പ് ഹനുമാൻ്റെ മൂർത്തി കണ്ടല്ലോ. എൻ്റെ അമ്മ ഉള്ള സമയത്ത് ഇവിടെ വീട്ടിൽ ചേച്ചിയുടെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്നതാണ് ഈ ടെമ്പിളിൽ. ഇത് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോയിരുന്നു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട്, ചെറിയ പർച്ചേസ്. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഇന്ദിരാനഗറിൽ പോയി അവിടെ നമ്മൾ ലഞ്ച് കഴിക്കണത് പഞ്ചാബി റെസ്റ്റോറൻറ്റിലായിരുന്നു. നല്ല ഫുഡും ഒക്കെയാണ്, നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ 3 മണിക്ക് ആയപ്പോൾ തന്നെ എത്തിയത്. അത് കാരണം അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഫുഡ് പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു ഫുഡെല്ലാം. पनीर पराठा आ रहा है, आलू पराठा आ गया, तो एक पनीर पराठा वो आ रहा है, लहसुनिया कबाब, एक भुर्जी. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇന്ദിരാനഗർ തന്നെ 80 ഫീറ്റ് റോഡിലായിരുന്നു, എനിക്ക് തോന്നുന്നു 80 ഫീറ്റ് റോഡാണ് തോന്നുന്നു. അവിടെയാണ് നമ്മൾ പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. നല്ല ഒരു ഷോപ്പിംഗ് ഏരിയ തന്നെയാണ്. വൈഡ് ആയിട്ടുള്ള ഒരു ഫുട്പാത്തും ഇവിടെ വാക്ക് ചെയ്യാനും നല്ല രസമുണ്ടായിരുന്നു. നല്ല ട്രീസും ഷെയ്ഡും പിന്നെ അന്നത്തെ വെതറും നല്ല 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 വെതറായിരുന്നു. അതുകൊണ്ട് ഒട്ടും ടയറിങ്ങും ഫീൽ ചെയ്തില്ല, ആയില്ല. നല്ല നടന്ന് പിന്നെ കുറച്ച് നല്ല ലെങ്തി വാക്കായിരുന്നു. പക്ഷെ ഒട്ടും നമുക്ക് ടയറിങ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ചില കടകളൊക്കെ കയറി പിന്നെ കുറച്ച് പർച്ചേസസ് ഒക്കെ നടത്തി. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത നമ്മളെ പ്ലാന്. ഇപ്പോൾ വൈഡ് ഒരു ഫുട്പാത്തൊക്കെ ഉള്ള ഏരിയയാണ്. നല്ല കുറേ ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉണ്ട്. ആൻഡ് എന്നാ പറഞ്ഞ ട്രീ ഷെയ്ഡും എല്ലാം ആയിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു റിലാക്സിങ് എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ ഒരു ഷോപ്പിംഗ് ഏരിയ തന്നെ. നല്ല എൻജോയ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ പോകാനാണല്ലോ. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഇനി മോളെ കൂടി കാണണം. ഇന്ന് ഈവനിങ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ മോളെ കാണണമെന്നാണ് പ്ലാൻ ഉള്ളത്. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിൻ്റെയൊക്കെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇനി. അപ്പം നമ്മൾ ഇവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്ക് ആ കൂൾ വെതറിൽ നടക്കലൊക്കെ നല്ലൊരു ഫീൽ തന്നായിരുന്നു. ബാംഗ്ലൂരിന് റിയൽ എക്സ്പീരിയൻസ്. നമുക്കൊരു ചായ
ചായക്കടയിൽ കയറി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒരു ഫ്രഷായി. നാലഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ വഴി ആളെയും കണ്ട് നമ്മൾ കാണുന്ന ഒരാളെയും കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് മോളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. അതായിരുന്നു നമ്മൾ ഇന്നത്തേത്. അത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പിന്നെ ഇരുട്ടാവും. ഞാൻ ഡ്രൈവ് ചെയ്യുന്നപ്പോൾ റെക്കോർഡ് ചെയ്യാനായിട്ടുണ്ടാവില്ല. അതായിരുന്നു ആ ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് പോവാണ് തിരുവനന്തപുരത്തേക്ക്. ഫർദർ വീഡിയോസൊക്കെ റിപ്പീറ്റീവ് ആവുന്നുണ്ട്. കുറേ ട്രാവൽസ് ഒന്നും കാണിച്ചില്ല. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കാണിച്ചിട്ടില്ല. നമ്മൾ തിരിച്ച് പോയി നാളെ രാവിലെ ട്രെയിനിലാണ് പോണത്. നാളെ രാവിലെ ട്രിവാൻഡ്രത്ത് എത്തും. അതുപോലെ നമ്മൾ പിന്നെ ക്ലോസ് ചെയ്യണം. ഈ മോളെ കൊണ്ടാക്കി അതിനുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത ഏതെങ്കിലും ട്രിപ്പും യാത്രയും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വേറെ ഒരു ഇവൻറ്റിൽ നമുക്ക് വീണ്ടും ഒരു ബ്ലോഗ് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ഉള്ളതായിരുന്നു. എനിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. നോക്കാം ഇനി ഫർദറായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത്